അഞ്ചാം ഭാവാധിപൻ പുരുഷഗ്രഹ ഉച്ചത്തില. പുത്രേശേ പുരുഷഗ്രഹേ ബലയതേ എന്നാണ്. പുത്രനായിരിക്കും, സംശയമില്ല. കീർത്തിമാനും ദയാലുവുമായിരിക്കും. പിന്നെ ഇത്തിരി മോശം എന്ന് പറയാനുള്ളത് പിതൃജാതകത്തിലെ ചില ഭാവാധിപന്മാരുടെ കാര്യത്തിലാ. ഭയപ്പെടണ്ട. കുജൻ നിൽക്കുന്ന അഞ്ചാം ഭാവം മേടരാശിയാണ്. അത് വെച്ച് നോക്കുമ്പോൾ അല്പായുസാകാൻ കാരണം കാണുന്നുണ്ട്. പ്രതിവിധികളൊന്നുമില്ലേ പണിക്കരെ? കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. ക്ഷേത്രബലം അത്രയ്ക്കുണ്ട്. എന്നാലും അങ്ങനെ ഒരു ദോഷം ഉണ്ടെ പ്രതിവിധി ചെയ്യണം. അതിപ്പോ എന്ത് ചെലവായാലും വേണ്ടില്ല. ശിവക്ഷേത്രത്തില് ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തിയേക്കൂ. ഒരു ശത്രുസംഹാര പുഷ്പാഞ്ജലിയും കൂടി ആയിക്കോട്ടെ. പിന്നെ പെരിങ്ങോട്ടുകര തിരുമേനിയെ കൊണ്ട് ഒരു ചക്രം എഴുതിച്ചു തരാം. സ്വർണ്ണ ഏലസി നിറച്ച് ഭാര്യയുടെ അരയിൽ കെട്ടുക. ഇത്രയൊക്കെ മതിന്നേ. കുട്ടി പേടിക്കൊന്നും വേണ്ട കേട്ടോ. എനിക്കൊരു പേടിയില്ല. മാലു, പേടിപ്പിച്ചു കളഞ്ഞു എന്നെ. എന്തിനാ ഇവിടെ വന്നേ? നല്ല രസമുണ്ട് ഈ കാവ്. എത്ര പക്ഷികളാ ഇതിന്റെ ഉള്ളിലെന്നറിയോ? അമ്മ അറിയാതെ ഇടയ്ക്കൊക്കെ ഞാനിവിടെ വന്നിരിക്കാറുണ്ട്. ഇനി ഇവിടെ ഒറ്റയ്ക്ക് വരരുത്. എന്തേ, ഉണ്ണിയേട്ടന് പേടിയുണ്ടോ? ശ്യാമലയുടെ പ്രേതം ഉണ്ടാവുമെന്ന് കരുതിയിട്ടാ? ആര് പറഞ്ഞു ഇതൊക്കെ? എനിക്കറിയാം. ഈ കിണറ്റിലല്ലേ ആ കുട്ടി വീണ് മരിച്ചത്. വരൂ, നമുക്ക് പോവാം. ഇതാരാ വരണമെന്ന് നോക്കിയേ. കാണാണ്ടിരിക്കാൻ പറ്റണില്ലായിരിക്കും. ഇനിയിപ്പൊ ഞാൻ എന്തിനാ സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട്? അയ്യേ, പെണ്ണുങ്ങള് കുളിക്കുന്നിടത്താ വരണേ? ഓ, ഞാൻ കണ്ടിട്ടില്ല ഒന്നും. നാണല്ലോ. നേരം വെളുത്തപ്പോഴേക്കും എങ്ങടാ ധൃതിയിൽ പോണണ്ടേ? എന്താ അത്? ഏലസ്. കുളിച്ചു കയറുമ്പോ ഇതാരേ കെട്ടണം. തിരുമേനിയെ കൊണ്ട് എഴുതിച്ചാ. ഇതിനാ വട്ടെന്ന് പറയാ. അച്ഛനും അമ്മയും പഴയ ആൾക്കാരാണെന്ന് വയ്ക്കാം. ഉണ്ണിയേട്ടനോ? ആ പണിക്കര് വെറുതെ വായി തോന്നിയത് പറഞ്ഞെന്ന് വെച്ച് ഞാൻ കെട്ടില്ല. ഏയ്, കെട്ടണം. ഇതൊന്നും അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളേണ്ട കാര്യമല്ല. ഒന്നിലും വിശ്വാസമില്ലായിരുന്നു എനിക്ക്. ശ്യാമളയുടെ മരണത്തോടെ ബോധ്യായി. പറഞ്ഞതൊക്കെ പറഞ്ഞ പോലെ നടന്ന അനുഭവങ്ങളുണ്ട് എനിക്ക്. ഞാനും ശ്യാമളയും നമ്മളുടെ വിവാഹബന്ധം വാഴില്ലെന്ന് പണിക്കര് പറഞ്ഞതാ. ജ്യോതിഷത്തിലും ജാതകത്തിലൊക്കെ സത്യമുണ്ട്. അയ്യേ, കഷ്ടം. ഈ ലോകത്തുള്ളവരെല്ലാം ജാതകവും ജ്യോതിഷവും നോക്കിയാ ജീവിക്കണേ? ലോകത്തുള്ളവരുടെ കാര്യം വിട്. നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി. ഇപ്പൊ തന്നെ നമ്മുടെ ഐശ്വര്യത്തിന്റെ സന്തോഷത്തിന്റെ ഒക്കെ കാരണം ചേർച്ചയുള്ള ജാതകമാ. ഓ, മതി കളിയാക്കിയത്. ഉണ്ണിയേട്ടനൊരു സത്യം അറിയോ? പുണർദം തന്നെ എന്റെ നാളെന്ന് എനിക്കറിയില്ല, എന്റെ അച്ഛനും അറിയില്ല. അപ്പോ ജാതകോ? ഭരണ ചെക്കന്മാരൊക്കെ ജാതകം ചോദിച്ചു തുടങ്ങിയപ്പോ എന്റെ അച്ഛൻ ആരെയൊക്കെയോ കോണ്ടാക്ട് ചെയ്ത് തല്ലിക്കൂട്ടിയതാ അത്. പുണർദം എന്റെ അമ്മയുടെ നാളാ. ഉണ്ണിയേട്ടൻ ഇത് കൊണ്ടുപോയി ഉരുക്കി ഒരു കറുത്ത കല്ല് വെച്ച കമ്മലുണ്ടാക്കി താ എനിക്ക്. നിന്റെ നാള് പുണർദം തന്നെയല്ലേ മോളെ? അല്ല. പിന്നെ ഏതാ നിന്റെ നക്ഷത്രം? എനിക്ക് ശരിക്കറിയില്ല. എന്റെ
എന്റെ ഈശ്വര, ചതിച്ചല്ലോ. കരഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ പൊന്നു മോനെ ചതിച്ചല്ലോ. ജാനുവോ കരയില്ല നീ? അമ്മേ, തുടരുത്. പൊക്കോളാം ഞങ്ങളുടെ മുന്നിൽ നിന്ന്. തന്നോട് ഞാൻ എന്ത് ദ്രോഹാടോ ചെയ്തത്? എന്താ പൂട്ടുന്നാരെ? എന്തിനാ ഞങ്ങളോട് ഈ ചതി? തന്റെ ഈ ശരീരം ഞങ്ങളുടെ തറവാട്ടിലെ ചോറാ. നന്ദികേട് കാണിക്കരുത്. അപ്പൂട്ടുന്നാരെ കാര്യം എന്താന്ന് പറയൂ. തന്റെ മോളുടെ ജാതകം കള്ളജാതകല്ലേ? എന്താ മിണ്ടാത്ത? നാക്കിറങ്ങിപ്പോയോ? അവള് ജനിച്ച നേരത്ത് ജാതകം എഴുതിച്ചില്ല. ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈ 21-ാം നൂറ്റാണ്ടിലും കല്യാണം നടക്കാൻ ജാതകക്കുറി കൂടിയേ തീരുമെന്ന് അറിഞ്ഞപ്പോ അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് പബ്ലിക് ലൈബ്രറി റെഫർ ചെയ്തു. ആ റെഫറൻസ് വെച്ചാണ് ജോത്സ്യൻ ജാതകം എഴുതിയത്. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒന്നിൽ കൂടുതൽ ആളുകൾ വരാം. അതിൽ നാഴികയും വിനാഴികയും ഉണ്ടാവാം. നാളെ ഏതാണെന്ന് കൃത്യമായിട്ട് പറയാമോ തനിക്ക്? എനിക്കറിയില്ല. എന്നാ ഈ ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൂട്ടുന്നാരെ, മനപ്പൊരുത്തമാണ് എല്ലാ പൊരുത്തങ്ങളെക്കാളും പ്രധാനമെന്ന് ജ്യോതിശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. ഉണ്ണിയും മാലുവും തമ്മിൽ അത് വേണ്ടുവോളം ഉണ്ട്. കാര്യമില്ലാത്ത കാര്യം പറഞ്ഞ് നിങ്ങളുടെ മകന്റെയും എന്റെ മോളുടെയും ജീവിതം തകർക്കരുത്. എനിക്ക് എന്റെ മോന്റെ ജീവിതം ആടോ വലുത്. അപ്പോ എന്റെ മാലു നിങ്ങൾക്ക് ആരുമല്ല. അച്ഛാ, ഇന്നാള് ഷാരത്തെ മുത്തശ്ശി വന്നപ്പോ പറഞ്ഞത് മാലുവിന്റെ ജനനം തിരുവാതിര തീരും മുമ്പേന്നാ. മേ ബി, എനിക്കൊന്നും അറിയില്ല. തനിക്കറിയില്ലല്ലേ? എന്നാ ഞാൻ അറിഞ്ഞോളാം. സംശയമില്ല, തിരുവാതിര തന്നെയാ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തിരുവാതിര കുളിച്ചോണ്ടിരുന്നപ്പോൾ ആരോ വന്ന് പറഞ്ഞത് വിലാസിനിക്ക് പേറ്റു നോവ് തുടങ്ങിയെന്ന്. കുളി നിർത്തി ഉടനെ ഞാൻ ഈച്ചരത്ത് പോയി. തിരുവാതിര തീരും മുമ്പ് പേറ് കഴിഞ്ഞു. കുഴപ്പമുണ്ടോ പണിക്കരെ? എന്താന്ന് വെച്ചാ പറയേ. തിരുവാതിര തിരുവോണത്തിന് വേദാണ് എന്നുവെച്ചാ അശുഭം. ഈ വിവാഹം എങ്ങനെ നടന്നു എന്നാ ഞാൻ അതിശയിക്കണേ. സ്ത്രീക്ക് അഷ്ടമത്തി ചൊവ്വ, പുരുഷൻ 9 കുജൻ. കൃഷ്ണ രക്ഷിക്കണേ. ക്രൂരഷ്ടമേ വിധവത. 8-ൽ ചൊവ്വ നിന്നാൽ ഭർത്താവ് മരിക്കും. കുചേതു വിധവ ബാല്യേസ്ഥരാശിസ്ഥിതേ. അങ്ങനെ വന്നാലും വൈധവ്യം സംഭവിക്കും. സംഭവിക്കാണ്ട് തരമില്ല. ഇനി ഒന്നും നോക്കണ്ട പുട്ടനായരെ. ഉണ്ണിയുടെ രക്ഷയ്ക്ക് വേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്യുക. ജാനുവേ, എന്താ ഇത്? ഉണ്ണിയേട്ടന് ഇതിലൊക്കെ ഇത്ര വലിയ വിശ്വാസം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ ഞാനത് പറയില്ലായിരുന്നു. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അനുഭവിക്കാനുള്ള ഞാൻ അനുഭവിക്കണം. നേരത്തെ ആണെങ്കിൽ മരണം എനിക്കൊരു അനുഗ്രഹമായേനെ. ഇപ്പോ എനിക്ക് ജീവിക്കാൻ കൊതിയുണ്ട്. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. നോമ്പ് നോക്കണോ? തപസിരിക്കണോ? എന്തു വേണം? ബന്ധം വേർപെടുത്തി പോണം. ഇല്ല, എനിക്കത് കഴിയില്ല. ഉണ്ണിയേട്ടനെ വിട്ട് ഞാൻ പോവില്ല. എങ്കിലെന്നെ
പട്ടടയിൽ വെച്ചിട്ട് പോയാ മതി. മതി കരഞ്ഞു കാണിച്ചത്. ഉണ്ണിയേട്ടാ, നമ്മുടെ കുഞ്ഞ് അത് പിറക്കാതിരിക്കുന്നതാണ് നല്ലത്. അതും ദുഷ്ടസന്തതിയായിരിക്കും. ഉണ്ണി, മോൻ അച്ഛന്റെ മുറി കിടന്നാ മതി. ചെല്ല്, അച്ഛൻ വിളിക്കുന്നുണ്ട്. ആ മാലിനെ ഒന്ന് കാണണം എനിക്ക്. കണ്ടാ മാത്രം പോരാ, വിളിച്ചോണ്ട് പോയിക്കോ. ഈ ബന്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. എന്താ നിങ്ങളീ പറയുന്നേ? തോന്നുമ്പോ ഇട്ടെറിഞ്ഞിട്ട് പോകാനുള്ളതാണ് വിവാഹം. അവൾ ഓടിക്കയറി വന്നൊന്നുമല്ല, ആചാരപ്രകാരം നടത്തി തന്നെയാ. ആചാരപ്രകാരം തന്നെ ഒഴിപ്പിച്ചോ. അവൻ കെട്ടിയ താലി അവളുടെ കഴുത്തിൽ കിടക്കുന്ന ഓരോ നിമിഷവും എന്റെ മോന്റെ ജീവൻ അപകടത്തിലാ. മണ്ണാൻ കട്ടയാ. ഈ അന്ധവിശ്വാസത്തിന്റെ പേരിൽ എന്റെ കുഞ്ഞിന്റെ കണ്ണു നിറഞ്ഞാൽ സഹിക്കില്ല ഞാൻ. അപ്പൂട്ടനായിരുന്നല്ല. സാരമില്ല അച്ഛാ, ഒക്കെ ശരിയാവും. ശരിയാവണമെങ്കിൽ ആ കഴുത്തിൽ കിടക്കണ മിന്നു പൊട്ടിച്ച് നിന്നെ ഈ പടിക്ക് പുറത്തിറക്കണം. അത് എന്നെ കൊണ്ട് ചെയ്യിക്കാതിരിക്കണമെങ്കിൽ വിളിച്ചോണ്ട് പോയിക്കോ. അച്ഛൻ വിഷമിക്കരുത്. നമുക്കൊരു തെറ്റുപറ്റി. ഇനി അത് ആലോചിച്ചിട്ട് കാര്യമില്ല. ഞാൻ പിടിച്ചു നിൽക്കും, അല്ലാതെ പറ്റില്ല. അറ്റ്ലീസ്റ്റ് എന്റെ കുഞ്ഞിന് അച്ഛനെന്ന് ചൂണ്ടിക്കാണിക്കാനെങ്കിലും ഒരാൾ വേണം. നിന്റെ ഏട്ടന്റെ എതിർപ്പ് വഹിക്കാതെയാണ് ഞാനിത് നടത്തിയത്. അവൻ വരുമ്പോ നിങ്ങളുടെ ജീവിതം ചൂണ്ടിക്കാണിച്ച് എന്നെ ന്യായീകരിക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇനി അവനോട് ഞാൻ എന്ത് സമാധാനം പറയും? ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. ഏട്ടന് മനസ്സിലാവും. ഒരപേക്ഷ എനിക്കുള്ളൂ. എന്നെ ഓർത്ത് അച്ഛൻ ദുഃഖിക്കരുത്. അച്ഛൻ പൊയ്ക്കുള്ളൂ. ഈ അവസ്ഥയിൽ നീ ഇവിടെ എങ്ങനെ കഴിഞ്ഞുകൂടും? അതിനുള്ള കരുത്ത് നേടുകയാണ് ഞാൻ. എന്റെ കഴുത്തിൽ വീണുപോയി ഈ താലി. ഇത് നഷ്ടപ്പെടുന്ന അന്ന് ജാനയമ്മേ, ജാനയമ്മേ, ഒന്നിങ്ങ് വരൂ. എന്തിനാ ഇങ്ങനെ അലറി വിളിക്കണേ? നമ്മടെ പശു ചത്തു. സർപ്പക്കാവിനടുത്ത് കെട്ടിയിരുന്നതാ. അഴിക്കാൻ ചെന്നപ്പോ ചത്തു കിടക്കുന്നു. എന്റെ ഈശ്വര, വല്ല പാമ്പും കടിച്ചതാവോ?
ദിവസവും മൃത്യുഞ്ജയ പൂജ നടത്തണം, ഒരു ഹോമവും കഴിക്കണം. അവള് ബന്ധം ഒഴിയില്ലെന്ന് തന്നെയാ പറയണല്ലേ? വഴിയില്ലാണ്ടല്ല, കടുങ്കൈ ചെയ്യാൻ മനസ്സനുവദിക്കണില്ല. ശ്യാമള ഇപ്പോഴും ഇവിടൊക്കെ തന്നെ ഉണ്ട്. പശു വെറുതെ അങ്ങ് ചത്തതല്ല. എന്റെ ഭഗവതി, അത് ആവാഹിച്ച് കർമ്മങ്ങളെല്ലാം ചെയ്ത് പുഴയിൽ ഒഴുക്കിയതല്ലേ? കെട്ടുപൊട്ടിച്ച് വീണ്ടും വന്നിരിക്കുക. ദുർമരണം സംഭവിച്ച അങ്ങനെയാണത്രേ. എവിടെ തെറിച്ചാലും അഴിഞ്ഞു പോരും. ഉണ്ണിയെ അത്ര പെട്ടെന്ന് കൈവിട്ട് പോവില്ലെന്നാ പറയണേ. നീ ഭയപ്പെടണ്ട. പണിക്കരെ പെരിങ്ങോട്ടുകരയ്ക്ക് വിട്ടിരിക്കുക. തിരുമേനിയെ കണ്ട് എന്താ പ്രതിവിധി എന്ന് വെച്ചാ ചെയ്തു കൊണ്ടുവരും. രാമേന്ദ്രനാരുടെ മോനില്ലേ, ഒരു മിലിറ്ററിക്കാരൻ, അയാള് വന്നു. ഇന്ന് രാവിലെയാണ് അത്ര എത്തിയത്. അതിനെന്താ, ഞാൻ ഈ നാട് വിട്ടു പോണോ? അവളുടെ അമ്മയുടെ സ്ഥാനത്താണ് നീ ഇവിടെ ഉള്ളത്. അവൾക്കൊരു തെറ്റ് പറ്റിയാൽ അത് തിരുത്തി കൊടുക്കേണ്ട ചുമതല നിനക്കുണ്ടായിരുന്നു. അത് നീ ചെയ്തോ? ഞാൻ പറഞ്ഞതാ, അച്ഛനോടും പറഞ്ഞു. അവസാനമായപ്പോ അവൾക്ക് ഈ ബന്ധം താല്പര്യമായിരുന്നു. ഒരു തെണ്ടി ചെറുക്കനോടാണ് അവൾക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നടത്തി കൊടുക്കുമായിരുന്നു. പുത്തൻപുരക്കാർ നിർബന്ധിച്ചാൽ പറ്റില്ല എന്ന് പറയാൻ നാവ് വഴങ്ങില്ല. ഓ, പഴയ ഉപ്പും ചോറിന്റെയും രുചിയല്ലേ? അത് അച്ഛനും മുത്തച്ഛനും കാണിച്ചാൽ മതി. ഞങ്ങൾക്കതില്ല. അതിന്റെ പേരില് അവളുടെ ലൈഫാണ് അച്ഛൻ സ്പോയിലാക്കിയത്. സംഭവിച്ചു പോയതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മാപ്പ് ചോദിക്കാം. തെറ്റ് പറ്റിപ്പോയി. അച്ഛൻ അറിയൂ എന്തൊക്കെ ആഗ്രഹത്തോടെയാണ് ഞാൻ വന്നതെന്ന്. എന്റെ ശ്രീകുട്ടിയെ കാണാൻ പോലും ഞാൻ കൊതിച്ചില്ല. പക്ഷേ എന്റെ മാലു ഒരു ഭാര്യയായി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ എന്റെ പെട്ടി നിറച്ച് അവൾക്കും ഭർത്താവിനുമുള്ള സമ്മാനങ്ങളാണ്. ഇവിടെ വന്ന് കയറുമ്പോ എന്റെ ശ്രീകുട്ടിയേക്കാൾ മുമ്പിൽ അവൾ ഉണ്ടാകുമെന്നാണ് കരുതിയത്. അതുപോട്ടെ, അവൾ അവിടെ കിടന്ന് നരയിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും അച്ഛനത് എങ്ങനെ സഹിച്ചു? ഒരു ദേഷ്യത്തിനെല്ലാം തകർത്തെറിഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോരാൻ എളുപ്പമാണ്. എന്നിട്ടോ? എനിക്കവനെ കാണണം, ആ പട്ടിയെ. മോതിരവിരലിൽ ഈ പവിത്രം ധരിക്കുക. മനസ്സിൽ നല്ലോണം വിചാരിക്കുക. ജന്മപിണ്ഡമാണ്. മാലിനി എന്ന് പേര്. ഭാര്യ തിരുവാതിര നക്ഷത്രം. കൈ നീട്ടു. സോമേട്ടന്റെ എല്ലാ പ്രതീക്ഷകളെയും നീ തെറ്റിച്ചു കളഞ്ഞല്ലോ മോളെ. സാരമില്ല, നിനക്ക് ഏട്ടനുണ്ട് കുട്ടി. നമുക്ക് വീട്ടിലേക്ക് പോവാം. അതിനു മുമ്പ് എവിടെ നിന്റെ പ്രിയപ്പെട്ടവൻ? ശേഷക്രിയ ചെയ്യണം. ആരുടെ? എന്റെ ഇരിക്കപ്പിണ്ടത്തിന്. ജീവിച്ചിരിക്കാൻ എന്റെ പെങ്ങൾക്ക് ശേഷക്രിയ ചെയ്യണം. എന്താ ഇത്? എന്താ ഇത്? സോമ! അയ്യോ! അയ്യോ, സോമ! ഉണ്ണീട്ടാ, പോരെ! മാറടി,
നീ മരിച്ചുപോയി. അവനിനി നിന്റെ പരിഹരണം വേണ്ട. ഉണ്ണി എന്റെ പെങ്ങളെ ഞാൻ കൊണ്ടുപോവാണ്. സോമ, ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ പുത്തമ്പരക്കിലെ അപ്പൂട്ടുന്നവരല്ല. ഞാൻ ഇവിടെ തന്നെ കുറച്ചു നാളൂടെ കാണും. നിങ്ങൾ പുത്തമ്പുരക്കിൽ അപ്പൂട്ടുന്നവരാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. വാ.